എല്ലാവർക്കും ഷാലൂസ് കെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായൊരു വെണ്ടക്ക ഫ്രൈ ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 കിലോ വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ വെണ്ടക്ക കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതാണിത്. ഇനി ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായി നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ വെണ്ടയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 5 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും വെളിച്ചെണ്ണയും. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടാകുമ്പോൾ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റിയ ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. വെണ്ടക്ക ഒന്ന് ചെറുതായി വാടി വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടക്കയൊക്കെ ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും നമ്മളെടുത്ത് വെച്ച മസാലപ്പൊടികളും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3/4 ഭാഗത്തിലെ വെണ്ടക്ക വേവിച്ചെടുത്തിട്ടുള്ളൂ, അധികം ഫ്രൈ ആക്കി എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ എപ്പോഴും വെണ്ടക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം ഫ്രൈ ആവാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.